Hi everybody, welcome back and this is me. അപ്പോൾ guys ഇന്നത്തെ വീഡിയോ നമ്മൾ സാംസങ് T55 5G അല്ല C55 5G. അപ്പോൾ ഈ ഒരു ഫോണിന്റെ കംപ്ലീറ്റ് ഡീറ്റെയിൽ റിവ്യൂ ആണ് നമ്മൾ ഇന്നത്തെ വീഡിയോ നോക്കാൻ പോകുന്നത്. വെച്ച് ലേറ്റ് ആക്കണ്ട, നമുക്ക് നേരെ വീഡിയോ ഇടാം. അപ്പോൾ guys നമ്മൾ ഇന്നത്തെ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെടുകയാണെങ്കിൽ ഉറപ്പായിട്ട് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക, വീഡിയോ ലൈക്ക് ചെയ്യുക, മാക്സിമം ഷെയർ ചെയ്യുക. അപ്പോൾ ഫസ്റ്റ് നമ്മൾ എപ്പോഴും ഡിസ്പ്ലേ നിന്നാണ് തുടങ്ങുന്നത് അല്ലേ. അപ്പോൾ നമുക്ക് നേരെ ഡിസ്പ്ലേ തന്നെ അങ്ങ് തുടങ്ങിയേക്കാം. 6.7 ഇഞ്ചിന്റെ ഒരു ഫുൾ HD പ്ലസ് ഡിസ്പ്ലേ ആണ് വരുന്നത്. AMOLED ഡിസ്പ്ലേ ആണ് വരുന്നത്. പഞ്ചോൾ ഡിസൈൻ വരുന്നുണ്ട്, അത് ടോപ്പ് സെൻട്രലായിട്ടാണ് വരുന്നത്. പിന്നെ 120 ഹെർട്സിന്റെ ഒരു റിഫ്രഷ് റേറ്റ് വരുന്നുണ്ട്. 1000 നിറ്റ്സിന്റെ ഒരു പീക്ക് ബ്രൈറ്റ്നസ് കൂടി ഇതിൽ വരുന്നുണ്ട്. വിഷൻ ബൂസ്റ്റർ എന്ന് പറയുന്ന ഒരു ഫീച്ചർ ഒക്കെ ഡിസ്പ്ലേയിൽ വരുന്നുണ്ട്. പിന്നെ ഇൻ ഡിസ്പ്ലേ ഫിംഗർ പ്രിന്റും കാര്യങ്ങളൊക്കെ വരുന്നുണ്ട്. ഡിസ്പ്ലേയുടെ സൈഡിൽ നോക്കുമ്പോൾ മോശമില്ലാത്ത സ്പെക്കും കാര്യങ്ങളൊക്കെയാണ് വരുന്നത്. നമുക്ക് അടുത്ത് എന്താണെന്ന് നോക്കാം. പ്രൊസസർ സൈഡിൽ നോക്കാം. ബാക്ക് സൈഡ് വരുന്ന ലെതർ ആണ്. അപ്പോൾ എടുക്കുന്നവർ കയ്യിൽ നിന്നൊക്കെ സ്ലിപ്പായി പോകാതിരിക്കാൻ വേണ്ടി സൂക്ഷിക്കുക. പ്രൊസസ്സർ നോക്കുമ്പോൾ സ്നാപ്ഡ്രാഗൺ 7 Gen 1 എന്ന് പറയുന്ന ഒരു പ്രൊസസ്സറാണ് ഇതിൽ കൊണ്ടുവന്നിരിക്കുന്നത്. പ്രൈസ് റേഞ്ച് നോക്കിക്കഴിഞ്ഞാൽ 23,000 ആണ്. ആ ഒരു പ്രൈസ് റേഞ്ച് വെച്ച് നോക്കുമ്പോൾ നല്ലൊരു പ്രൊസസ്സറാണ് കൊടുത്തിരിക്കുന്നതെന്ന് വേണമെങ്കിൽ പറയാം. 5G സപ്പോർട്ടാണ്. സ്റ്റീരിയോ സ്പീക്കേഴ്സ് വരുന്നുണ്ട്, ഡോൾബി അറ്റ്മോസ് സപ്പോർട്ടാണ്. അപ്പോൾ Android 14 ബേസ് ചെയ്താണ് വരുന്നത്. 4 ഇയർ OS അപ്ഡേറ്റ്, 5 ഇയർ ഒരു സെക്യൂരിറ്റി അപ്ഡേറ്റ് ഇതിൽ കിട്ടുന്നുണ്ട്. അപ്പോൾ കുറച്ചധികം കൂടുതൽ AS നമുക്ക് ഇതിൽ അപ്ഡേഷൻ കിട്ടുന്നുണ്ടെന്ന് വേണമെങ്കിൽ പറയാം. നമുക്ക് നെക്സ്റ്റ് ഇനി ക്യാമറ സെറ്റപ്പ് നോക്കിയേക്കാം. ക്യാമറ സെറ്റപ്പ് നോക്കുമ്പോൾ ട്രിപ്പിൾ ക്യാമറ സെറ്റപ്പ് ആണ് ഇതിൽ വരുന്നത്. പ്രൈമറി ലെൻസ് നോക്കിക്കഴിഞ്ഞാൽ പ്രൈമറി ലെൻസ് നോക്കുമ്പോൾ 50 മെഗാ പിക്സലിന്റെ ഒരു 1.8 അപ്പാച്ചർ വരുന്ന ഒരു പ്രൈമറി ലെൻസ് ആണ് ഇതിൽ കൊടുത്തിരിക്കുന്നത്. OS സപ്പോർട്ടാണ്. പിന്നെ 8 മെഗാ പിക്സലിന്റെ ഒരു 2.2 അപ്പാച്ചർ വരുന്ന ഒരു അൾട്രാ വൈഡ് ലെൻസ് ഇതിൽ കൊടുത്തിട്ടുണ്ട്. ഭാഗ്യം. പിന്നെ 2 മെഗാ പിക്സലിന്റെ ഒരു മാക്രോ ലെൻസും കൂടി വരുന്നുണ്ട്. ഫോൺ ക്യാമറ നോക്കിക്കഴിഞ്ഞാൽ ഒരു ട്വിസ്റ്റ് ആണ് ഇവിടെ വരാൻ പോകുന്നത്. 50 മെഗാ പിക്സലിന്റെ ഒരു ഫോൺ ക്യാമറയാണ് ഇവിടെ കൊണ്ടുവന്നിട്ടുള്ളത്. പുള്ളി ഓക്കെ. നെക്സ്റ്റ് നമുക്ക് ബാറ്ററി സൈഡിലേക്ക് ഇറക്കാം. ബാറ്ററി സൈഡിലേക്ക് നോക്കിക്കഴിഞ്ഞാൽ 5000 mAh ഒരു ബാറ്ററിയാണ് വരുന്നത്. 45 വാട്ടിന്റെ ഒരു ഫാസ്റ്റ് ചാർജിങ് വരുന്നുണ്ട്. എന്തോ ഭാഗ്യം 45 കൊടുത്തിട്ടുണ്ട്. ഇങ്ങനെ ഒരു കൊടുക്കാത്തതാണ് ഫാസ്റ്റ് ചാർജിങ് 45 ഒക്കെ. ടൈപ്പ് സി ചാർജിങ് പോർട്ടും വരുന്നുണ്ട്. വേറൊരു വലിയ കാര്യം, ഇത്രയും രൂപ കൊടുത്ത് നിങ്ങൾ ഈ ഫോൺ മേടിച്ചാലും നിങ്ങൾക്ക് ഈ ഫോണിന്റെ ബോക്സിന്റെ ഉള്ളിൽ ചാർജർ വരുന്നില്ല. അതൊരു വലിയൊരു ഡ്രോബാക്ക് ആയിട്ട് എനിക്ക് തോന്നി. അപ്പോൾ അതൊക്കെ നിങ്ങൾ നോക്കി കണ്ടൊക്കെ മേടിക്കുക. അപ്പോൾ ഈ ഫോൺ ഏതൊക്കെ വേരിയന്റിലാണ് മാർക്കറ്റിൽ അവൈലബിൾ ആവണമെന്നൊന്ന് നോക്കി നോക്കാം. 256GB 8GB റാം വേരിയന്റ്, പിന്നെ 256 12GB റാം വേരിയന്റ്. അപ്പോൾ ഈ 2 വേരിയന്റിലാണ് മാർക്കറ്റിൽ ഈ ഫോൺ അവൈലബിൾ ആവുന്നത്. അപ്പോൾ ഈ ഫോൺ ആകെ 2 കളർ വേരിയന്റിലാണ് മാർക്കറ്റിൽ അവൈലബിൾ ആവുന്നത്. ബ്ലാക്ക് ആൻഡ് ഓറഞ്ച്. ലെതർ ആണ് വരുന്നത് ബാക്ക് സൈഡ്. ഞാൻ നേരത്തെ 25,000 ആണെന്നാണ് പറഞ്ഞതെന്ന് തോന്നുന്നു ഫസ്റ്റ് വീഡിയോയിൽ ആദ്യം. അങ്ങനെയാണെങ്കിൽ ഫോണിന്റെ പ്രൈസ് ഇപ്പോൾ ജസ്റ്റ് ഒന്ന് കൺവേർട്ട് ചെയ്ത് നോക്കിയപ്പോൾ 23,000 ആണ് കാണിക്കുന്നത്. എന്തായാലും 25 അല്ലെങ്കിൽ 23,000 ആ ഒരു പ്രൈസ് റേഞ്ചിലാണ് ഈ ഫോൺ വരാൻ പോകുന്നത്. എങ്കിലും ഈ ഫോണിന്റെ ഉള്ളിൽ ചാർജർ ഇല്ല എന്നുള്ളത് വലിയ ഡ്രോബാക്ക് തന്നെയാണ്. ഇതിപ്പോൾ ചൈന മാർക്കറ്റിലൊക്കെയാണ് അവൈലബിൾ ആകുന്നത്. പയ്യെ ഇന്ത്യൻ മാർക്കറ്റിലോട്ട് വരും. അപ്പോൾ നമുക്ക് നോക്കാം. ഇതേപോലത്തെ എല്ലാ ഡീറ്റെയിൽ റിവ്യൂവിനായിട്ട് എൻ്റെ ചാനൽ ഇപ്പോൾ തന്നെ സബ്സ്ക്രൈബ് ചെയ്യുക, വീഡിയോ ലൈക്ക് ചെയ്യുക, മാക്സിമം ഷെയർ ചെയ്യുക. ഇതേപോലെ ടെക് അപ്ഡേറ്റിനും മൂവി റിവ്യൂസിനായിട്ട് എൻ്റെ ചാനൽ സബ്സ്ക്രൈബ് സൂക്ഷിക്കുക. വേറെ ഒന്നും പറയല്ല. ദിസ് ഇസ് മീ, അത് സൈനിങ് ഔട്ട്. Feel like I'm floating through the air. The pain I felt is paid for, all is said and done.